ഹലോ ഹായ് SVT ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും എൻകൗണ്ടർ കില്ലിങ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ഈ എൻകൗണ്ടർ കില്ലിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഭരണഘടനയെ തള്ളിപ്പറയുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അക്സെപ്റ്റ് ചെയ്യണം. ഈ ന്യൂസ് കണ്ടില്ലേ? സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് ഭാര്യയെ തീ കൊളുത്തി കൊന്നു. എന്നാൽ രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്ത് UP പോലീസ് വെടിവെച്ചു കൊന്നു. ഇത് മാത്രമല്ല, UP പോലീസ് ഒരുപാട് പേരെ വെടിവെച്ച് കൊല്ലാറുണ്ട്. അതായത് റേപ്പ് ചെയ്ത ആളുകളെ അല്ലെങ്കിൽ മർഡർ ചെയ്ത ആളുകളെ ഒക്കെ UP പോലീസ് വെടിവെച്ച് കൊല്ലാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ പലർക്കും UP പോലീസിനോട് ഒരു ബഹുമാനം ഉണ്ടാവാറുണ്ട്. അതേസമയം കേരള പോലീസിനെ അടക്കമുള്ള പോലീസിനെ കുറ്റം പറയാറുമുണ്ട്, നട്ടലില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് UP പോലീസ് മാത്രമല്ല, ഹൈദരാബാദ് പോലീസ് ഒക്കെ ഈ ഒരു എൻകൗണ്ടർ കില്ലിംഗ് ചെയ്യുന്ന ആളുകളാണ്. എൻകൗണ്ടറിന് ശേഷം സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വെടിവെച്ചതാണെന്നുള്ള കാര്യം. അതിൽ എത്രത്തോളം ശരിയുണ്ട്? അതെന്തുമാവട്ടെ, ഈ കൊല്ലപ്പെട്ട ആളുകൾ, ഈ ഒരു കേസ് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഒരുപാട് റേപ്പ് കേസിലും മർഡർ കേസിലൊക്കെ എൻകൗണ്ടേഴ്സ് നടക്കാറുണ്ട്. ഈ കേസിലൊക്കെ കൊല്ലപ്പെട്ട ആളുകൾ ശരിക്കും പ്രതികളാണോ? അത് തീരുമാനിക്കുന്നത് ആരാണ്? കാരണം പോലീസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രതിയെ പിടിക്കുക, അതിനോടൊപ്പം തന്നെ പരമാവധി എവിഡൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇയാൾ പ്രതിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഈ എൻകൗണ്ടേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ നമ്മളുടെ ഭരണഘടനയെ തള്ളിപ്പറയുകയാണ്. കാരണം നമ്മളുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് റൈറ്റ് ടു എ ഫെയർ ട്രയൽ. ഒരു ഇന്ത്യൻ പൗരൻ, ഏതൊരു ഇന്ത്യൻ പൗരനും ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ട്രയൽ കൊടുക്കണം എന്നുള്ളത്. അതാണ് ഈ എൻകൗണ്ടർ കില്ലിങ്ങിലൂടെ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻകൗണ്ടർ കില്ലിങ്ങിനെ ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത്, അവരൊക്കെ നമ്മുടെ ഭരണഘടനയെ തള്ളിപ്പറയുകയാണ്. കാരണം ഈ ആർട്ടിക്കിൾ 21 പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, മൗലിക അവകാശമാണ്. ആ മൗലിക അവകാശമാണ് അവിടെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. കോടതി അത് തീരുമാനിക്കുന്നത് വരെ ആ ഒരു വ്യക്തി സസ്പെക്ട് മാത്രമാണ്. നമുക്കറിയാം, നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലൈക്ക് നമുക്കറിയാം, ഒരു ജഡ്ജ്മെന്റ് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങൾ എടുക്കും ഒരാൾക്ക് ശിക്ഷ ലഭിക്കണമെന്നുണ്ടെങ്കിൽ. അത് മാത്രമല്ല, ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്, പരോൾ ഉണ്ട്, ജാമ്യമുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. ആ ലീഗൽ സിസ്റ്റത്തിലാണ് പ്രശ്നം. എന്നാൽ ലീഗൽ സിസ്റ്റത്തിൽ പ്രശ്നമുണ്ട് എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഈ ഒരു തരത്തിൽ എൻകൗണ്ടർ കില്ലിംഗ് എന്നൊക്കെ പറയുന്നത് നിയമം കയ്യിലെടുക്കുക തന്നെയാണ്. അതിനു പകരം ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് നോക്കേണ്ടത്. അതിന് നിയമങ്ങൾ മാറുകയാണ് ചെയ്യേണ്ടത്. നിയമങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. നിയമങ്ങൾ മാറ്റാൻ പറ്റുന്നത് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണ്. അപ്പോൾ അവരെ ഫോഴ്സ് ചെയ്യണം നിയമങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടിയും എഫിഷ്യന്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഈ ഒരു ക്രൈംസ്, നമുക്കറിയാം ഡേ ബൈ ഡേ ക്രൈംസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആർക്കും ലഭിക്കുന്നില്ല. ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കണമെന്നുണ്ടെങ്കിൽ 5ഉം 10ഉം വർഷമാണ് കാത്തിരിക്കേണ്ടത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഓരോ ദിവസം കഴിയുന്നതിന് ക്രൈം റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.